Welcome to class 11 physics for HSC, CBSE and ISC. And today we see class number P23 projectile motion from chapter motion in a plane, chapter 4, class 11 physics, plus 1 physics for HSC, CBSE and ISC students. And today we see projectile motion. Projectile motion. So projectile motion is diagrammatically shown in the figure. A body thrown into air with a velocity is called a projectile. A body thrown into air with a velocity is called a projectile, and a projectile motion is diagrammatically represented in the figure. O is the point of projection. ABC is the OBC is the path of the projectile. Initial velocity can be represented as u. It is resolved into two components, u cos theta horizontally and u sin theta vertically, that we see in another figure. And theta is equal to angle of projection. Theta is equal to angle of projection, and OC equal to R is the horizontal range of the projectile. അപ്പോൾ ഒരു വസ്തുവിനെ, ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ, അത് നമ്മൾ വായുവിലേക്ക് എറിഞ്ഞാൽ അത് ഗ്രാവിറ്റിയുടെ ആക്ഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതൊരു പരാബോളിക്ക് പാത്ത് ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു വിട്ട ഒരു കല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ. പ്രൊജക്റ്റൈൽ ഏതെങ്കിലും വസ്തു നമ്മൾ എയറിലേക്ക് ചലിച്ചോ എറിയുകയാണെങ്കിൽ അതിനെ പ്രൊജക്റ്റൈൽ എന്ന് പറയും. അത്തരം മോഷനെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും. ചിത്രത്തിൽ OAC എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റൈൽ പോകുന്ന പാത്താണ്. ഇത്തരം പാത്തിനെ ട്രജക്ടറി എന്ന് പറയും. അത് ഒരു പരാബോളിക്ക് പാത്താണ്. ഇനി ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയും. അതിന് രണ്ട് കമ്പോണൻ്റായിട്ട് ഭാഗിക്കാറുണ്ട്. തീറ്റയെ വിളിക്കുന്ന പേരാണ്. ഹൊറിസോണ്ടലിൻ്റെയും ഇനിഷ്യൽ വെലോസിറ്റിയുടെയും ഇടക്കുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഈ മാക്സിമം റേഞ്ചിനെ ഇപ്പോൾ ഓയിൽ നിന്ന് ആരംഭിച്ച് സിയിലെത്തുമ്പോൾ OC എന്നുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ റേഞ്ച് എന്ന് പറയും. ഇതിനെല്ലാം നമ്മൾ ഇക്വേഷൻ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? വാട്ട് ഈസ് പ്രൊജക്റ്റൈൽ? Projectile is a body which is given an initial velocity and moves in space under the influence of gravity alone. Air resistance is neglected and G is assumed to be constant throughout the motion. ഒരു വസ്തുവിനെ എറിയുക, അപ്പോൾ നമ്മൾ എയർ റെസിസ്റ്റൻസ് പരിഗണിക്കാറില്ല. ഈ പ്രൊജക്റ്റൈൽ മോഷന് പ്രധാനമായിട്ട് ഗിവൺ ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. എക്സാമ്പിൾ: a shot fired from a gun, a bomb released from a plane, a javelin thrown by a man. ഇതെല്ലാം എക്സാമ്പിളാണ്. ഒരു തോക്കിൽ നിന്നുള്ളൊരു വെടിയുണ്ട, ഒരു പ്ലെയിനിൽ നിന്ന് റിലീസ് ചെയ്ത ബോംബ്, ഒരു ജാവലിൻ ത്രോൺ, ഇവയെല്ലാം പ്രൊജക്റ്റൈലിൻ്റെ എക്സാമ്പിളാണ്. അവയുടെ മോഷനെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും. ഇത് പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് കോൾഡ് ഇറ്റ്സ് ട്രജക്ടറി. അത് പോകുന്ന അതിൻ്റെ പാത്തിനെ, അതിൻ്റെ സഞ്ചാര പദത്തെ ട്രജക്ടറി എന്നാണ് വിളിക്കുക. എ ബോഡി ക്യാൻ ബി പ്രൊജക്റ്റഡ് ഐദർ ഹൊറിസോണ്ടലി ഫ്രം എ ഹൈറ്റ് ഓർ ക്യാൻ ബി ത്രോൺ ഇൻ ടു സ്പേസ് ഫ്രം ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പോൾ ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന്, ഒരു ടവറിൻ്റെ പൊക്കത്തിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് നമുക്കൊരു പ്രൊജക്റ്റൈൽ എറിയാം, അല്ലെങ്കിൽ താഴെ നിന്ന് മേപ്പോട്ട് ചലിച്ച് ഒരു പ്രൊജക്റ്റൈൽ എറിയാവുന്നതാണ്. ഇപ്പോൾ കല്ലൊക്കെ എറിയാന്ന് വെച്ചാൽ താഴെ നിന്ന് നമ്മൾ മേപ്പോട്ട് ചരിച്ചെറിയും. അതൊരു പ്രൊജക്റ്റൈലാണ്. ഒരു ലോങ് ജമ്പ് പ്രൊജക്റ്റൈൽ മോഷനാണ്. ഒരു ഫ്രോഗ് ജമ്പിങ് പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ ഇതിനകത്ത് ചില ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്നാമത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇതിന് സഞ്ചരിക്കാനുള്ള സമയം. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ ക്യാപിറ്റൽ T എന്ന് കൊടുക്കും. ടൈം ഓഫ് ഫ്ലൈറ്റ് വി റെപ്രസെൻ്റ് ആസ് T. ഇറ്റ് ഈസ് ദ ടൈം ഫോർ വിച്ച് the projectile is in the air. Number is vertical height h. It is the maximum height attained by the projectile during its motion. Range of a projectile is defined as the horizontal distance covered by the projectile during its motion. ഒരു 3 പ്രധാന ഡെഫിനിഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ്, സഞ്ചാരത്തിൻ്റെ സമയം. ഇറ്റ് ഈസ് ടൈം ഫോർ വിച്ച് എ പ്രൊജക്ടൈൽ ഈസ് ഇൻ ദ എയർ. അപ്പോൾ എറിഞ്ഞു വിടുമ്പോൾ വായുവിൽ എത്രമാത്രം നേരം തങ്ങി നിൽക്കും, ആ സമയത്തെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഹോറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാനുള്ള നേരം, അതിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. വെർട്ടിക്കൽ ഹൈറ്റ് h. ഇറ്റ് ഇസ് എ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ഒരു പ്രൊജക്റ്റൈൽ പോകുമ്പോൾ അതിൻ്റെ സഞ്ചാരത്തിൽ അത്
എത്രമാത്രം ഉയരത്തിൽ പോകും, മാക്സിമം, അതിനെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ റേഞ്ച്, അത് ഹോറിസോണ്ടൽ റേഞ്ചാണ്. ആ പ്രൊജക്റ്റൈൽ മോഷനിൽ എത്രമാത്രം ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈ വസ്തു കവർ ചെയ്യും, അതിനെ ഹോറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതാണ് വെലോസിറ്റി കൂടി കാണിക്കുന്ന ഒരു ചിത്രം. വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി u, theta is angle of projection, u cos theta is the horizontal component of velocity, and u sin theta is the vertical component. The velocity u, which is initial velocity of the projectile, and it is inclined at an angle theta, and this u can be resolved into two components. You know, resolution of vector, u is a velocity vector, u is velocity vector, it is resolved into two components. U cos theta is the x component and u sin theta is the y component. And the motion can be considered in two ways, horizontal motion and vertical motion. When vertical motion is considered, we take only u cos theta. And when horizontal motion is considered, when vertical motion is considered, we take u sin theta. And for horizontal motion, we take u cos theta. അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ ഒരിക്കൽ കൂടി അതിൻ്റെ ട്രജക്ടറി ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. യു ആണ് ഇനിഷ്യൽ വെലോസിറ്റി, തീറ്റയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. യുവിനെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. യു കോസ് തീറ്റ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ്, യു സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ നമ്മൾ യു സൈൻ തീറ്റയാണ് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാറ് ഉള്ളത്. Consider a body which has been projected from a point O on the ground with a velocity u at an angle theta with the ground. Then u cos theta and u sin theta are the components of the velocity in horizontal and vertical direction respectively. നമ്മൾ പറഞ്ഞ കാര്യമാണ്, വെലോസിറ്റി കമ്പോണൻസ് ആണ്. Since there is no force in horizontal direction, therefore its horizontal velocity remains same during its motion, but its vertical velocity keeps on changing because the acceleration due to gravity, let t be the time taken by the body in reaching its highest point from the ground. ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ അയക്കുകയാണ്, ഹോറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റ, വെർട്ടിക്കൽ യു സൈൻ തീറ്റയാണ്. ഒരു സ്മോൾ ടി എന്നൊരു ടൈം നമ്മൾ പറയുകയാണ്, അത് മാക്സിമം ഹൈറ്റിൽ ചെല്ലാനുള്ള സമയമാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പകുതി ദൂരം പോകാനുള്ള സമയമാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി, ഇതിന് ഇരട്ടി വരും, 2 സ്മോൾ ടി വരും. ഇവിടെ സ്മോൾ ടി എന്ന് സങ്കല്പിക്കുന്നത് പ്രൊജക്റ്റൈൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള സമയമാണ്. പിന്നെയും അത്രയും സമയം കൂടി എടുത്താൽ വീണ്ടും ഗ്രൗണ്ടിൽ എത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ടി, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ടിയുടെ ഡബിളാണ്. അപ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. യൂസിങ് ദ ഇക്വേഷൻ ബി ഇസ് യു മൈനസ് ജി ടി. മേപ്പോട്ട് പോകുമ്പോൾ എയുടെ വാല്യൂ മൈനസ് ജി ആണെന്ന് എനിക്കറിയാം. യുവിൻ്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ കൊടുക്കണം. സോ ബി ഇസ് യു സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ജി ടി എന്ന് പറയും. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ, minus gt is taken to left side, gt is u sin theta, t is u sin theta by g, and this is the time taken to reach the maximum height. And twice the time, if twice of this time is the time of flight, the body will take the same time t in reaching the ground from the highest point, then the time of flight. അപ്പം ഈ മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള സമയം തന്നെയാണ് താഴെ എത്താനുള്ള സമയം. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ഈസ് 2t, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് 2 into small t u sin theta by g. Therefore time of flight t is 2 u sin theta by g. Second derivation is maximum height h. If h be the maximum height attained by the body during its motion, then using the third equation motion, we write v square equal u square plus 2as. A is minus g, so 0. When it reaches maximum height, distance is 0. 0 is equal to u square sin square theta minus 2gh. S is h. From this we get you take a 2gh to left side, h is u square sin square theta by 2g. Now we say horizontal range r. Also, the range of the body is horizontal velocity into time of flight. That is, r is u cos theta into t.
That is u cos theta into 2u sin theta by g. That we write as u square into 2 sin theta cos theta. Or you know 2 sin theta cos theta is sin 2 theta. Here we apply a trigonometric formula. When we multiply, we get u square into 2 sin theta cos theta. Then by g. And 2 sin theta cos theta, as you know, it is sin 2 theta. So, r is equal to u square sin 2 theta by g. അപ്പോൾ ഇവിടെ റിലേഷൻ കാണുമ്പോൾ നമ്മളൊരു ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്യണം. ഏതാണ് ഈ ട്രിഗണോമെട്രിക് ഫോർമുല? 2u sin theta cos theta എന്ന് പറഞ്ഞാൽ 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta എന്നുള്ള ഇക്വേഷൻ അത് അപ്ലൈ ചെയ്തിട്ടാണ് റേഞ്ച് യു സ്ക്വയർ sin 2 theta by g എന്ന് എഴുതുന്നത്. ഇനി ആംഗിൾ ഫോർ വിച്ച് റേഞ്ച് ഇസ് മാക്സിമം. ഈ റേഞ്ച് മാക്സിമം ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ്? ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ ഫോർ ഓഫ് പ്രൊജക്ഷൻ, ദെൻ ആർ ഈസ് യു സ്ക്വയർ sin 2 theta by g. ആർ ഈസ് ആർ മാക്സ് ഇഫ് sin theta 2 theta is 1. ഇപ്പം മാക്സിമം റേഞ്ചിൽ പോകണമെങ്കിൽ ഈ sin 2 theta വാല്യൂ മാക്സിമം ആയിരിക്കണം. sin 2 theta വാല്യൂ മാക്സിമം ആണെങ്കിൽ ഈ സൈൻ ആംഗിളിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴും 1 ആണ്. അപ്പോൾ sin 2 theta 1 ആകുമ്പോൾ 2 theta 90 ആയിരിക്കും, തീറ്റ 45 ഡിഗ്രി ആയിരിക്കും. ഇപ്പം മാക്സിമം റേഞ്ച് കിട്ടാനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രിയാണ്. അത് മുകളിലത്തെ ഇക്വേഷനിൽ കൊടുത്താൽ മാക്സിമം റേഞ്ച് കിട്ടും. ഇറ്റ് മീൻസ് ദാറ്റ് in order to have a maximum horizontal range, the body must be projected at an angle theta equal to 45 degree. Then the maximum range is R max is u square by g. Sin 2 theta sin 91 കൊടുക്കുമ്പോൾ നമുക്ക് R max is equal to u square by g എന്ന് കിട്ടും. R max is u square by g. അതാണ് മാക്സിമം റേഞ്ച് ഇക്വേഷൻ. ദെൻ തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 45 ഡിഗ്രി. അപ്പോൾ ഇതിലൊരു എസ് എ ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആദ്യം കാണുന്നതാണ്, ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി യു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹോറിസോണ്ടൽ. ഫൈൻഡ് എ ടൈം ഓഫ് ഫ്ലൈറ്റ്, ബി മാക്സിമം ഹൈറ്റ് ആൻഡ് സി ഹോറിസോണ്ടൽ റേഞ്ച് ഫോർ ദി ബോഡി. അപ്പോൾ നമ്മൾ ആ മുകളിൽ കാണുന്ന പടം വലിച്ച് കംപ്ലീറ്റ് ഡെറിവേഷൻ കൊടുക്കണം. 3 വരുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് തീറ്റ വിത്ത് ദി ഹോറിസോണ്ടൽ. ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് ദി ട്രജക്ടറി. അപ്പോൾ അത് ട്രജക്ടറിയുടെ ഇക്വേഷൻ പരാബോളയാണ്. ആ ക്വസ്റ്റിൻ്റെ ഉത്തരം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് എ പരാബോള ആൻഡ് ദാറ്റ് വി ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി 4 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഇവിടെ പറയുകയാണ്. 1 വേർഡ് ആൻസറാണ്, മതിയാകും. നമ്പർ 1, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് ദി ഹോറിസോണ്ടൽ നെയിം ദി ട്രജക്ടറി ഓഫ് ദി പ്രൊജക്ടൈൽ. ആ ട്രജക്ടറിയുടെ പേര് പറയണം. പരാബോള എന്നാണ് ഉത്തരം. നമ്പർ 2, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഹോറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. അത് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ sin 2 theta by g എന്നുള്ളതാണ്. നമ്പർ 3, റൈറ്റ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പോൾ ഇറ്റ് ഈസ് യു സ്ക്വയർ sin സ്ക്വയർ theta by 2g എന്നുള്ള ഇക്വേഷനാണ്. നമ്പർ 4, റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ 2u sin theta ക്യാപിറ്റൽ T 2u sin theta by g എന്നുള്ളതാണ്. അപ്പോൾ അത് ഉത്തരം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു സി ദി ആൻസേഴ്സ്. ദ ഫസ്റ്റ് ആൻസർ ട്രജക്ടറി, ഇറ്റ് ഈസ് പരാബോളിക് മോഷൻ. R is range. Number 2, u square sin 2 theta by g. H is u square sin square theta by 2g and it is 2u sin theta by g. These are the answers of those 4 questions. That is all with your 23rd class on class 11 physics. Thank you very much. We continue with the equation for trajectory of a projectile in the class. Thank you.